SKN നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇത് CPIM സംബന്ധിച്ച് സമാനതകളില്ലാത്ത തരത്തിലുള്ള വിമതന്മാർ രംഗത്തിറങ്ങിയ തെരഞ്ഞെടുപ്പാണ്. അത് കണ്ണൂർ കോട്ടയിലൊക്കെയാണ്. അതെ, കണ്ണൂർ കോട്ടയിൽ. അതൊന്നും CPM അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയൊന്നും ഈ വിമതന്മാർ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. CPIM ധിക്കരിച്ചുകൊണ്ട് അതിൻ്റെ ജില്ലാ നേതാക്കളും അവിടുത്തെ പ്രാദേശിക നേതാക്കളും ഒക്കെ ആയിരുന്നവർ ആ നിലയിൽ CPM മത്സര രംഗത്ത് വരും എന്നവർ കരുതിയിരുന്നില്ല. സംസ്ഥാന നേതാവായ G സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ, നേരത്തെ CPM ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന V കുഞ്ഞികൃഷ്ണൻ ധനരാജ് രക്തസാക്ഷി ഫണ്ട് അതും മുൻനിർത്തിക്കൊണ്ട് അവിടെ പ്രചാരണം നടത്തുന്നു. അതുപോലെ TK ഗോവിന്ദൻ മത്സര രംഗത്തുണ്ട് തളിപ്പറമ്പിൽ. അങ്ങനെ ഈ നിലയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ. ഇത് കൂടാതെ തന്നെയുണ്ട് SKN പാർട്ടി വിട്ടുപോയി ഇത്തവണ മത്സരിക്കുന്ന മറ്റു ചിലരുണ്ട്. അതിൽ S രാജേന്ദ്രൻ ദേവികുളത്തെ നേരത്തെ MLA ആയിരുന്നു, CPM ഇടുക്കിയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഐഷ പൂറ്റി കൊല്ലത്ത് മത്സരിക്കുന്നുണ്ട്. PK ശശി ഒറ്റപ്പാലത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ അവിടെ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നുണ്ട്. ഈ നിലയിൽ നിരവധി പേർ, സുരേഷിനെയൊക്കെ മാറ്റി നിർത്താം, അത് ഒരു നേതൃതലത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയാം. പക്ഷേ ഇത്രയധികം നേതാക്കൾ മത്സര രംഗത്ത് CPM പ്രവർത്തിച്ചിരുന്നവർ, ഒരു കാലത്ത് തോളോട് തോൾ ചേർന്ന് നടന്നവർ, അവരൊക്കെ ഇത്തവണ പരസ്പരം എതിരെ മത്സരിക്കുന്നു എന്ന സവിശേഷതയുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ജനപിന്തുണ നേരത്തെ CPM പിടിച്ചുലച്ചത്ര ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പലപ്പോഴും CPM പാർട്ടിക്കുള്ളിൽ നിന്ന് ആഭ്യന്തരമായി എതിർപ്പുകൾ നേരിടുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നു, ആശയപരമായുള്ള ഭിന്നതകൾ നടക്കുന്നു. ഇതൊക്കെ പല ഘട്ടങ്ങളിലും കേരളം കണ്ടിട്ടുള്ളതാണ്. അത് ഏറ്റവും ഒടുവിലായി എന്ന് പറയാവുന്ന തരത്തിൽ MVR CPM വെല്ലുവിളിച്ച് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി CMP രൂപീകരിച്ച് പോകുന്നു. KR ഗൗരിയമ്മ JSS രൂപീകരിച്ച് പോകുന്നു. അങ്ങനെ പല നേതാക്കളും CPM മത്സര രംഗത്ത് വന്നിട്ടുണ്ട്. അവരിൽ പലരും വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുമൊക്കെയുണ്ട്. പക്ഷേ G സുധാകരൻ അവിടെ ആ നിലയ്ക്ക് CPIM സംബന്ധിച്ച് ഒരു വെല്ലുവിളി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. അത് CPM സംബന്ധിച്ച് ഈ വിമതന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം പിടിച്ചെടുക്കുക എന്നത്, അവിടെ മണ്ഡലം നിലനിർത്തുക എന്നത് CPIM സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് നൽകിയ നിർദ്ദേശം, ഒരു അലസതയും ഈ മണ്ഡലത്തിൽ അമ്പലപ്പുഴയിൽ പാടില്ല എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തകരുടെ അലസത അത് G സുധാകരൻ്റെ വിജയത്തിന് വഴിയൊരുക്കുമെങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ്